വെൽക്കം. തഹമനാണ്. ഹെമറ്റോളജി വീഡിയോ സീരീസിൽ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹീമോസ്റ്റാസിസ് എന്ന് പറയുന്ന ടോപ്പിക്. ഹീമോസ്റ്റാസിസിലെ നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. അടുത്ത വീഡിയോ കൂടിയുണ്ട്. 2 വീഡിയോ ആയിട്ടാണ് ചെയ്യുക, അല്ലെങ്കിൽ ഭയങ്കര നീളമാകും. സോ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം എന്താണ് ഹീമോസ്റ്റാസിസ് എന്ന് പറയും. സോ വാട്ട് ഈസ് ഹീമോസ്റ്റാസിസ് പറയും. ദെൻ വാട്ട് ആർ ദ സ്റ്റെപ്പ്, എന്തെല്ലാമാണ് ഇവന്റ്സ്, ഏതെല്ലാം ഇവന്റ്സ് നടക്കുന്നുണ്ട് എന്ന് പറയും. അത് നമ്മൾ രണ്ടാമത് പറയും. അതിൽ തന്നെയുള്ള ആദ്യത്തെ 2 ഇവന്റുകൾ മാത്രം, ഫസ്റ്റ് 2 ഇവന്റ്സ്. ബാക്കി 3 ഇവന്റുകൾ നമ്മൾ പിന്നീട് അടുത്ത വീഡിയോയിലായിരിക്കും ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് പറയാം പ്ലേറ്റ്ലെറ്റുകൾ എങ്ങനെയാണ് പ്ലഗ് ഫോം ചെയ്യുക എന്നുള്ള കാര്യമായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ പറയാം. അടുത്ത വീഡിയോയിലായിരിക്കും നമ്മൾ എക്സ്ട്രിൻസിക് പാത്വേ, ഇൻട്രിൻസിക്, കോമൺ കൊയാഗുലേഷൻ പാത്വേ, അങ്ങനെയൊക്കെയുള്ള ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ 2ാം പാർട്ടിലായിരിക്കും നമ്മൾ പറയും. സോ നമുക്ക് ആദ്യം എന്താണ് ഹീമോസ്റ്റാസിസ് എന്ന് തുടങ്ങാം. ഇപ്പോൾ ഇത് നമ്മുടെ രക്തക്കുഴലാണ്. ഇത് ഒരു രക്തക്കുഴലാണ്. നമ്മൾ ഇവിടെ പറയുന്ന രക്തക്കുഴൽ എന്ന് പറയുന്നത് ഏറ്റവും വലിയ രക്തക്കുഴലല്ല, ഏറ്റവും ചെറിയ കാപ്പിലറീസിനെ കുറിച്ചിട്ടുമല്ല. നമ്മളൊരു മീഡിയം സൈസ്ഡ് രക്തക്കുഴലാണ്, മീഡിയം സൈസ്ഡ് ആർട്ടറി എന്ന് പറയാം. സോ ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാം. ഏറ്റവും വലുതാണെങ്കിൽ ഇങ്ങനെയൊന്നും ബ്ലീഡിങ് നിൽക്കില്ല. ഓക്കെ, ഏറ്റവും ചെറുതാണെങ്കിൽ പെട്ടെന്ന് നിൽക്കും. ഓക്കെ, സോ ഒരു മീഡിയം സൈസ്. സോ നമ്മുടെ രക്തക്കുഴലിൽ ഒരു മുറിവുണ്ടാകും. അപ്പൊ രക്തം എന്ത് ചെയ്യും? രക്തം അതിലൂടെ പുറത്തേക്ക് പോകും. കുറച്ച് കഴിയുമ്പോൾ ഈ രക്തം പോക്ക് സ്വാഭാവികമായിട്ട് നിൽക്കും, അല്ലെ? സ്വാഭാവികമായിട്ട് നിൽക്കും. സോ ഈ സ്വാഭാവികമായിട്ട് നിൽക്കുന്നതിനെയാണ് നമ്മൾ ഹീമോസ്റ്റാസിസ് എന്ന് പറയുന്നത്. സോ ദിസ് സ്പോണ്ടേനിയസ് സ്റ്റോപ്പേജ് എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് നിൽക്കുന്നതിനാണ്, അല്ലാണ്ട് പെട്ടെന്ന് നിൽക്കുന്നതിനല്ല സ്പോണ്ടേനിയസ് എന്ന് പറയാം. സോ ദിസ് സ്പോണ്ടേനിയസ് സ്റ്റോപ്പേജ് ഓഫ് ഹെമറേജ്. അപ്പോൾ ഇത് ഹെമറേജ് ആയിരുന്നു. ഹെമറേജ് എന്ന് വെച്ചാൽ ബ്ലീഡിംഗ് ഓർ രക്തസ്രാവം. ഓക്കെ, അത് നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹീമോസ്റ്റാസിസ് എന്ന് പറയാം. സോ ഒരു ഡെഫിനിഷനായി, സിമ്പിൾ ഡെഫിനിഷനാണ്. സോ ഹീമോസ്റ്റാസിസ് ഇസ് ദ സ്പോണ്ടേനിയസ് ഫിസിക്കൽ റെസ്പോൺസ് ടു സ്റ്റോപ്പ് ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാലും ഓക്കെയാണ്, അല്ലെ? ഫിസിയോളജിക്കൽ റെസ്പോൺസ്, ഫിസിക്കൽ അല്ല, ഫിസിയോളജിക്കൽ റെസ്പോൺസ് ആണ് ടു സ്റ്റോപ്പ് ഓർ ടു അറസ്റ്റ് ബ്ലീഡിംഗ് എന്നും പറയാം. സോ ഇവിടെ നമ്മുടെ ബ്ലഡ്, അപ്പൊ എന്താ സംഭവിക്കുക? ബ്ലഡ് ലിക്വിഡ് ആണെന്ന് അറിയാം. ബ്ലഡ് ഇസ് എ ലിക്വിഡ് കണക്റ്റീവ് ടിഷ്യൂ എന്നാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ അതിന്റെ ഫോം മാറുന്നുണ്ട്. ലിക്വിഡ് ഫോമിൽ നിന്ന് ഒരു ജെൽ ലൈക്ക് കൺസിസ്റ്റൻസി, ലൈക്ക് എ സോളിഡ്, ഓൾമോസ്റ്റ് ലൈക്ക് എ സോളിഡ് ഫോമിലേക്കായിട്ട് മാറുന്നുണ്ട്. ആൻഡ് ഇവിടെ ഉണ്ടാവുന്ന സാധനത്തിന് നമ്മൾ ഏറ്റവും നല്ല ഭാഷയിൽ വിളിക്കുന്നത് ഹീമോസ്റ്റാറ്റിക് പ്ലഗ് എന്നാണ്. ഹീമോസ്റ്റാറ്റിക് പ്ലഗ് എന്നാണ് നമ്മൾ ശരിക്കും വിളിക്കുക, അല്ലാണ്ട് ക്ലോട്ട് എന്നൊക്കെ നമുക്ക് ലോക്കലായിട്ട് വിളിക്കാം എന്നല്ലാതെ ശരിയായ പേര് ഹീമോസ്റ്റാറ്റിക് പ്ലഗ് എന്നാണ്. സോ അപ്പൊ നമ്മൾ ഒന്നും കൂടി ഡിഫൈൻ ചെയ്താൽ, എ ഹീമോസ്റ്റാറ്റിക് പ്ലഗ് ഈസ് ഫോംഡ് ബൈ ദ ബ്ലഡ് ഓൺ ദ വൂണ്ട് സൈറ്റിലാണ് ഫോം ചെയ്യുക. ഓക്കെ, ബൈ ഫോമിങ് എ ജെൽ ലൈക്ക് കൺസിസ്റ്റൻസി. സോ ഹീമോസ്റ്റാസിസ് ഈസ് ദ ഫോർമേഷൻ ഓഫ് ഹീമോസ്റ്റാറ്റിക് പ്ലഗ് അറ്റ് ദ വൂണ്ട് സൈറ്റ് ബൈ ഫോമിങ് എ ജെൽ ലൈക്ക് കൺസിസ്റ്റൻസി എന്ന് നമുക്ക് എഴുതാം. സോ ഇതാണ് ഐഡിയ. സോ യു ക്യാൻ റൈറ്റ് എനിത്തിങ്. ഈ ഐഡിയ ഉണ്ടായാൽ മതി. ഓക്കെ, സോ ഇതാണ് നമുക്ക് പറയാനുള്ള ഡെഫിനിഷൻ. സോ ഡെഫിനിഷൻ ഓഫ് ഹീമോസ്റ്റാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് ചേരുന്നത്. സോ ബെസ്റ്റ് ഇസ് ടു ഗോ ഫോർ ഹീമോസ്റ്റാറ്റിക് പ്ലഗ് എന്നുള്ള വാക്ക്, സ്പോണ്ടേനിയസ് എന്നുള്ള വാക്ക്, ഫിസിയോളജിക്കൽ പ്രോസസ് എന്നുള്ള വാക്ക്, സ്റ്റോപ്പേജ് ഓർ അറസ്റ്റ് ഓഫ് ബ്ലീഡിംഗ്, ഇത്രയും വാക്കുകൾ ഉണ്ടെങ്കിൽ നമുക്കത് എഴുതാനായിട്ട്. സോ നൗ വി നോ വാട്ട് ഈസ് ഹീമോസ്റ്റാസിസ്. ഇനി ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തല്ല ഹീമോസ്റ്റാസിസ് എന്നുകൂടി നമ്മളൊന്ന് മാറുന്നു. ഓക്കെ, തമ്മിൽ കൺഫ്യൂഷൻ വരരുത്. ഇപ്പൊ നമ്മുടെ രക്തക്കുഴലിൽ ഈ വൂണ്ട് ഇല്ല എന്ന് വിചാരിക്കുക. ഇത് രക്തക്കുഴലാണ്, ഇവിടെ വൂണ്ടൊന്നുമില്ല, മുറിവ്, പുറത്തേക്ക് ബ്ലഡ് ഒന്നും പോകുന്നില്ല, അല്ലാതെയും രക്തമകത്ത് കട്ട പിടിക്കുക. ഓക്കെ, അതിനെ നമ്മൾ വിളിക്കുക ത്രോംബസ് എന്നാണ്. സോ നമ്മൾ അതിനെ കുറിച്ചിട്ടല്ല പറയുക. ഒരു മുറിവുണ്ടായിട്ട് രക്തം പുറത്തേക്ക് പോകുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുക. അതാണ് ഹീമോസ്റ്റാസിസ് എന്നുകൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതും കൂടി ഇത് മനസ്സിലാക്കുക. ത്രോംബസും നമുക്ക് അത്തീറോസ്ക്ലീറോസിസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് അത് വേറെ പഠിക്കാനുള്ളതാണ്. സോ ഡെഫിനിഷൻ അത് എഴുതുന്നു. അതിനുശേഷം നമുക്ക് എന്തെല്ലാം ഹെഡിങ്സ് ആണ് ഉള്ളതെന്ന് നോക്കാം. സോ വാട്ട് ആർ ദ ഹെഡിങ്സ് ഓഫ് ഇവന്റ്സ്? നമുക്ക് ഈ ഹെഡിങ്സിനെ 5 ഹെഡിങ്സ് ആക്കാം. 5 ഇവന്റ്. ഒന്ന്, ആദ്യം നടക്കുന്നത് വാസോ കൺസ്ട്രിക്ഷൻ ആണ്. വാസോ കൺസ്ട്രിക്ഷൻ ഓർ അതിനെ നമുക്ക് വാസോസ്പാസം എന്നും വിളിക്കാം. വാസോസ്പാസം എന്നും ചില ബുക്കുകൾ അങ്ങനെയും കാണും. ഓക്കെ, ഏതാണ് ആദ്യത്തത്? രണ്ടാമത്തത് പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ ആണ്. പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ. മൂന്നാമത്തത് കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ് ആണ്. കൊയാഗുലേഷൻ ഓർ ക്ലോട്ടിംഗ് എന്ന് നമ്മൾ വിളിക്കുന്നതാണ്. ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. ആൻഡ് നാലാമത് നടക്കുന്നത് ഈ ഉണ്ടായ ക്ലോട്ട് ചുരുങ്ങണം. ക്ലോട്ട് റിട്രാക്ഷൻ, ക്ലോട്ട് ചുരുങ്ങണം ആൻഡ് ആ ഭാഗം റിപ്പയർ ചെയ്യണം. ആൻഡ് അഞ്ചാമത് ഫൈബ്രിനോലൈസ്, ആ ഭാഗം നശിച്ച് അവിടെ ഉണ്ടായിരുന്ന കട്ടയൊക്കെ പോയി ക്ലിയർ ആകണം. സോ ഇത്രയും കാര്യങ്ങളുണ്ട്. ഈ ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ ഈ 5
കാര്യങ്ങളാണ് സാധാരണ അവിടെ നടക്കുക. ഓക്കെ, സോ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഈ ആദ്യത്തെ 2 കാര്യങ്ങളെ കുറിച്ചിട്ട് മാത്രമാണ് പറയുന്നത്. ബാക്കി 3 കാര്യങ്ങൾ, അതിൽ മൂന്നാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഒരുപാട് ചോദ്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ ഇത് വളരെ പ്രധാനമാണ്. പ്ലേറ്റഡ് പ്ലഗ് ഫോർമേഷൻ നമ്മൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ആസ്പിരിൻ, ക്ലോപ്പിഡോഗ്രൽ പോലെയുള്ള മരുന്നുകളൊക്കെ ഇവിടെയാണ് വർക്ക് ചെയ്യുക. ഓക്കെ, സോ ദിസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. സോ ആദ്യത്തെ 2 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുക. അടുത്ത ഹീമോസ്റ്റാസിസ് 2 വീഡിയോയിൽ നമ്മൾ കൊയാഗുലേഷൻ, ഇൻട്രിൻസിക് പാത്വേ, എക്സ്ട്രിൻസിക് പാത്വേ, കോമൺ പാത്വേ, ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. സോ ഒരു രക്തക്കുഴലിന് മുറിവ് സംഭവിക്കുന്നു, ഇതാണ് നമ്മളുടെ തീം അല്ലെ. രക്തക്കുഴലിന് മുറിവ് സംഭവിക്കുന്നു. നമുക്കപ്പോൾ ആദ്യം ഒരു രക്തക്കുഴലിന്റെ മുറിവ് പറ്റിയ ഏരിയ നമുക്കൊന്ന് വരയ്ക്കാം. സോ ഇത് അവിടെയുള്ള എൻഡോത്തീലിയൽ സെൽസ് ആണ്. മുറിവ് ഇവിടെ മുറിവാണെന്ന് കരുതുക. ഓക്കെ, ഇവിടെ പിഞ്ചി പോയിരിക്കുന്നു, ഇത്രയും ഭാഗം മുറിവാണെന്ന് കരുതുക. ഓക്കെ, അടുത്ത എൻഡോത്തീലിയൽ സെൽസ് ഇങ്ങനെ പോകുന്നു. തൊട്ടടിയിൽ എൻഡോത്തീലിയൽ സെൽസിന്റെ അടിയിൽ തൊട്ടടിയിലുള്ള ലെയർ ബേസൽ ലാമിനയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സബ് എൻഡോത്തീലിയൽ ലെയർ ആണ്. ഇവിടെ ഒരുപാട് കൊളാജിൻസ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ധാരാളമായിട്ടുണ്ട്. സോ ഇവിടെ കൊളാജിൻസ് പോലെയുള്ള ഫൈബേഴ്സ് ധാരാളമായിട്ടുണ്ട്. ദെൻ ഇതിന്റെ അടിയിൽ പിന്നെ ഉള്ളത് സ്മൂത്ത് മസിൽ ലെയർ ആണ്. ബ്ലഡ് വെസൽ ചുരുങ്ങാനും കൺട്രാക്ട് ചെയ്യാനും ഒക്കെ സ്മൂത്ത് മസിൽ വേണം. ഇച്ചിരി വലുതായി പോയി വരച്ചത്, അതുകൊണ്ട് ഫുൾ ധാരാളം പല ലെയർ ഓഫ് സ്മൂത്ത് മസിൽസ് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് ഇത്ര മതി പ്രധാനമായിട്ട് സ്മൂത്ത് മസിൽ ലെയറുകൾ. സോ ഇതാണ് ഒരു മുറിവ് പറ്റിയ ഇത്. സോ ദിസ് ഈസ് എൻഡോത്തീലിയൽ സെൽസ് ആണ്. എൻഡോത്തീലിയൽ. സോ ബ്ലഡ് ഇതിനകത്ത് കൂടിയാണ് ബ്ലഡ് പോകുന്നത്. ഇവിടെ മുകളിലും ഇതൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. മുകളിലും വെറുതെ ഇവിടെ വച്ചേക്കാം എൻഡോത്തീലിയൽ സെൽസ്. സോ ബ്ലഡ് ഇതിനകത്ത് കൂടി പോകുന്നു. സാധാരണ ബ്ലഡ് ഇന്റിമേറ്റ് കോണ്ടാക്ട് വരുന്ന സെല്ലുകളാണ് എൻഡോത്തീലിയൽ സെൽസ് എന്ന് പറയാം. സാധാരണ രീതിയിൽ ഇവിടെയുള്ള സബ് എൻഡോത്തീലിയൽ ഈ ഭാഗത്തൊന്നും രക്തം യാതൊരു ജീവിതത്തിൽ ഒരിക്കലും സാധാരണ രീതിയിൽ കാണാറില്ല, മുറിവ് പറ്റുന്ന സമയത്തല്ലാതെ. സോ ഇവിടെ കൊളാജിൻ ഫൈബേഴ്സ് ഉണ്ട്. ഇത് ടിഷ്യൂസ് ആണ്. ടിഷ്യൂസ് ഇതെല്ലാം ടിഷ്യൂ ഏരിയകളാണ്. ഇത് ബ്ലഡ് ഏരിയ ആണ്. സോ ഇത് സ്മൂത്ത് മസിൽ ആണ്. സ്മൂത്ത് മസിൽസ് ചുരുങ്ങുക. ഈ സ്മൂത്ത് മസിൽ ചുരുങ്ങുമ്പോഴാണ് ഇപ്പോൾ രക്തക്കൊഴൽ ഇതാണെങ്കിൽ സ്മൂത്ത് മസിൽ ചുരുങ്ങുമ്പോൾ രക്തക്കൊഴൽ ചുരുങ്ങും. സ്മൂത്ത് മസിൽസ് വികസിക്കുമ്പോൾ രക്തക്കൊഴൽ ഡയലേറ്റ് ചെയ്യും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കാം. സോ ഇവിടെ എൻഡോത്തീലിയൽ സെൽസ് മുറിഞ്ഞു. അപ്പൊ എന്ത് പറ്റും? രക്തത്തിലെ പ്ലാസ്മ, ഇനി നമുക്ക് റെഡ് എടുക്കാം. രക്തത്തിലെ പ്ലാസ്മയും സാധനങ്ങളൊക്കെ ഈ വഴി ഇങ്ങോട്ടേക്ക് ഒഴുകും സ്വാഭാവികമായിട്ട്. സോ പ്ലാസ്മ മാത്രമല്ല, അതിനകത്തെ സെൽസ് എല്ലാം പലതും ഇങ്ങോട്ടേക്ക് വരും അല്ലെ, സ്വാഭാവികമായിട്ട്. സോ ഇത് ടിഷ്യൂ ആയിട്ട് കണ്ടുമുട്ടുകയാണ്. ടിഷ്യൂ അപ്പുറത്തുള്ള ഭാഗങ്ങളെയൊക്കെ നമുക്ക് ടിഷ്യൂ എന്ന് പറയാം. ടിഷ്യൂ ആയിട്ട് കണ്ടുമുട്ടുന്നു. സാധാരണ ബ്ലഡ് ആയിട്ടൊന്നും കണ്ടുമുട്ടുന്നതല്ല, ആദ്യമായിട്ടായിരിക്കും കണ്ടുമുട്ടുക എന്നുകൂടി മനസ്സിലാക്കുക. സോ ഇവിടെ നടക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞത് വാസോ കൺസ്ട്രിക്ഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. വാസോ കൺസ്ട്രിക്ഷൻ ഓർ വാസോസ്പാസം എന്ന് വെച്ചാൽ ഇതാണ് നോർമൽ രക്തക്കൊഴലെങ്കിൽ അവിടെ ചുരുങ്ങുകയാണ്. സോ ഈ ഭാഗം ഇങ്ങനെ ചുരുങ്ങുന്നു. അപ്പോൾ ഇങ്ങോട്ടേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയ്ക്കുക, ബ്ലഡ് ലോസ് പ്രിവെന്റ് ചെയ്യുക. ഇതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം. രക്തക്കൊഴൽ ചുരുങ്ങി കഴിയുമ്പോൾ ആ ഭാഗത്തേക്ക് ഉള്ള ബ്ലഡ് സപ്ലൈ കുറഞ്ഞു കിട്ടും. അപ്പൊ ഇനി നമുക്ക് പറയാനുള്ളത് എന്തുകൊണ്ട് ഇത് ചുരുങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. സോ ഒരു കാരണം എന്ന് പറയുന്നത് ഈ എൻഡോത്തീലിയൽ സെൽസ് അല്ല, അതാണ് മുറിഞ്ഞിരിക്കുന്നത്. സോ എൻഡോത്തീലിയൽ സെൽസിൽ നിന്ന് സം കെമിക്കൽസ് ആർ റിലീസ്. അതിന്റെ പേര് 1 എൻഡോതെലിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ അവിടെ റിലീസ്. അതിവിടെ വരുന്നു, ഈ മസിൽസിൽ കയറി പിടിക്കുന്നു ആൻഡ് മസിൽസ് വിൽ കൺട്രാക്ട്. സോ എൻഡോതെലിൻ മസിൽസിനെ കൺട്രാക്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ ബ്ലഡ് വെസൽ ചുരും. അതാണ് ഒരു കാര്യം. രണ്ടാമത് ഈ മസിൽസ് ഇവിടെ എത്തുമ്പോഴത്തേക്കും മസിൽസ് തന്നെ അവിടെ ഒരു മയോജനിക് മെക്കാനിസം ഉണ്ട്. മയോ മീൻസ് മസിലാണ്. മയോജനിക് മെക്കാനിസം മൂലം ചുരുങ്ങുന്നു. പതിവില്ലാത്ത ആൾക്കാരെ കൂടെ വരുമ്പോൾ പേടിച്ചിട്ട്, അല്ലെങ്കിൽ കെമിക്കൽ ആണതെല്ലാം നടക്കുക, ചുരുങ്ങുന്ന മെക്കാനിസം ആണ്. സോ മയോജനിക് മെക്കാനിസം വഴി ചുരുങ്ങുന്നുണ്ട്. മൂന്നാമത്തത് ഇവിടെ ധാരാളം പെയിൻ റിസപ്റ്റേഴ്സ് ഉണ്ട്. അതിനെ നമ്മൾ നോസിസെപ്റ്റേഴ്സ് എന്നാണ് പറയാം. സോ പെയിൻ റിസപ്റ്റേഴ്സ് എല്ലാം ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് കെമിക്കൽസ് റിലീസ് ചെയ്യും. അപ്പോഴും സോ നോസിസെപ്റ്റീവ് പാത്വേ ആൻഡ് അതുവഴിയുള്ള കെമിക്കൽ മീഡിയേറ്റേഴ്സ് വരുമ്പോഴും ചുരുങ്ങും, ബ്ലഡ് വെസൽ ചുരുങ്ങും. സോ ഇങ്ങനെയൊക്കെ ചുരുങ്ങെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ചുരുങ്ങൽ അതുകൊണ്ടൊന്നുമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട ചുരുങ്ങൽ മെക്കാനിസം എന്ന് പറയുന്നത് ഇവിടെ എത്തിയ ഇവിടെ പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. ഈ പ്ലേറ്റ്ലെറ്റ്സ് ചില പവർഫുൾ ആയിട്ടുള്ള വാസോ കൺസ്ട്രക്ടേഴ്സ് റിലീസ് ചെയ്യുന്നുണ്ട്. പ്ലേറ്റ്ലെറ്റ്സ് പൊട്ടിയിട്ട് അതിൽ നിന്ന് ചില വാസോ കൺസ്ട്രക്ടേഴ്സ് ആർ റിലീസ്. അതിന്റെ ഒരെണ്ണത്തിന്റെ പേര് 5-ഹൈഡ്രോക്സിട്രിപ്റ്റമിൻ എന്നാണ്. അതിന് വേറൊരു പേര് സീറോട്ടോണിൻ എന്ന് പറയും. രണ്ടാമത്തത് ത്രോംബോക്സൈൻ A2 ആണ്. TXA2 എന്നാണ് പറയാം. ത്രോംബോക്സൈൻ A2. സോ ഇത് രണ്ടും, these two are released by these platelets and these are powerful vasoconstrictors. So vasoconstriction നടക്കുമ്പോൾ ബ്ലഡ് വെസൽ ചുരുങ്ങുന്നു. സോ ഇതാണ് പ്രധാനപ്പെട്ട റീസൺ. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺ ഫോർ ദിസ് ചുരുങ്ങൽ ഈസ് ബിക്കോസ് ഓഫ് ദിസ് റിലീസ് ഓഫ് IHT ആൻഡ് ത്രോംബോക്സ്. മാത്രമല്ല ഇത് ഈ സെൽസ് യൂഷ്വലി ഇവിടുന്ന് നൈട്രിക് ഓക്സൈഡ് പോലെയുള്ള സാധനങ്ങൾ റിലീസ് ചെയ്യുന്നത്. സോ അതാണ് ഡയലേറ്റ് ചെയ്ത് നിർത്തുന്നത്. അതില്ലാതെയാകുന്നു.
ഉണ്ടാകുന്നു. ഇത് പൊട്ടിയിരിക്കുകയാണ്. പൊട്ടിയിരിക്കുമ്പോഴത്തേക്കും റിഡക്ഷൻ ഇൻ നൈട്രിക് ഓക്സൈഡ് ആൻഡ് അതർ മീഡിയേറ്റ്, നൈട്രിക് ഓക്സൈഡ് മാത്രമൊന്നുമല്ല മറ്റു പല മീഡിയേറ്റേഴ്സ് ഒക്കെ വിട്ടിട്ടാണ് ഇത് ഡയലേറ്റ് ചെയ്ത് ഇങ്ങനെ നോർമൽ ലെവൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. അതും ഇല്ലാതെയാകും. സോ ഇത്രയും 5 കാരണങ്ങൾ കൊണ്ടാണ് ഇവിടെ ഇനീഷ്യൽ വാസോ കൺസ്ട്രിക്ഷൻ ഉണ്ടാകുന്നത്. ഞാൻ പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, വാസോ കൺസ്ട്രിക്ഷൻ, ഇനീഷ്യൽ വാസോ കൺസ്ട്രിക്ഷൻ. എനിക്ക് അറിയാവുന്നത് പല ആൾക്കാർക്കും ഫസ്റ്റ് ഇയർ ഒക്കെ ആകുമ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ടായിരിക്കാം. പക്ഷെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ അത്ര എഴുതാം. വാസോ കൺസ്ട്രിക്ഷൻ occurs. So first step is vasoconstriction. This occurs due to release of chemicals like എന്ന് പറഞ്ഞിട്ട് 5HT അല്ലെങ്കിൽ thromboxane A2 ഏതെങ്കിലും രണ്ടെണ്ണമൊക്കെ എഴുതിയിട്ട് ഇനീഷ്യൽ വാസോ കൺസ്ട്രിക്ഷൻ എഴുതി വെച്ചാൽ മതി. സോ ആദ്യം ഇത് മനസ്സിലാക്കുക, ദെൻ യു ക്യാൻ റെഡ്യൂസ്. നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് പരീക്ഷയ്ക്ക് ഇത്ര ആവശ്യമില്ലെങ്കിൽ ഇത് കാര്യമായിട്ട് എഴുതണ്ടെങ്കിൽ വേണ്ട, ചുരുക്കും മനസ്സിലാക്കി വെച്ചിട്ട് വേണം ചുരുക്കാനും. സോ എന്ന ഒറ്റ വാക്കിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. പക്ഷേ ഫാർമക്കോളജി അടുത്ത വർഷമോ അടുത്ത വർഷമോ ഒക്കെ ഫാർമക്കോളജി പഠിക്കേണ്ട ആൾക്കാരാണെങ്കിൽ ഇതെല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഞാൻ ഓൾറെഡി പറഞ്ഞു ആസ്പിരിൻ എന്ന് പറയുന്ന മരുന്ന് ഇവിടെയാണ് വർക്ക്. ഓക്കെ, സോ ഈ കെമിക്കൽസ് എല്ലാം നമുക്ക് അത്യാവശ്യമായിട്ട് മനസ്സിലാക്കി വെച്ചു. സോ ഇവിടെ ഇപ്പോൾ പ്ലേറ്റ്ലെറ്റ്സ് എത്തി, പ്ലേറ്റ്ലെറ്റ്സിൽ നിന്ന് വേണം ഈ സാധനം റിലീസ് ചെയ്യാൻ. സോ അതിനെ കുറിച്ചിട്ടാണ് നമുക്ക് പറയേണ്ടത്. സോ വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുന്നത് ഇതാണെന്ന് പറഞ്ഞു. സോ പ്ലേറ്റ്ലെറ്റ്സ് എത്തുന്നതും പൊട്ടുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇനി പറയണം. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ എന്ന് നമ്മൾ പറഞ്ഞു. ഇത് ഒരൊറ്റ സ്റ്റെപ്പല്ല, പല സ്റ്റെപ്പാണ്. സോ ഇനി കഥ മൊത്തം കൊണ്ടുപോകുന്നത് പ്ലേറ്റ്ലെറ്റ്സ് ആണ്. പ്ലേറ്റ്ലെറ്റ്സിന്റെ വിളയാട്ടമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. സോ ഫസ്റ്റ് ആദ്യം പ്ലേറ്റ്ലെറ്റ് ഇവിടെ എത്തി, ഒരു മുറിവ് എത്തുന്നു, പ്ലേറ്റ്ലെറ്റ് ഇവിടെ എത്തി. പ്ലേറ്റ്ലെറ്റ് ഇവിടെ വന്ന് ഒട്ടിച്ചേരും അല്ലെ, ഇവിടെയുള്ള കൊളാജിൽ വന്ന് ഒട്ടിച്ചേരും. മറ്റ് ചില ഫൈബേഴ്സ് ഉണ്ട്. ഈ ഫൈബേഴ്സ് ഇപ്പോൾ ഫൈബ്രോനെക്റ്റിൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ ഉണ്ട്, ലാമിനിൻ. സോ ഇങ്ങനെയൊക്കെയുള്ളതിലൊക്കെ വന്ന് ഒട്ടിച്ചേരാം. അല്ലെങ്കിൽ ഈ എൻഡോത്തീലിയൽ സെൽസിന്റെ അടിയിൽ ഇവിടെ വന്ന് ഒട്ടിച്ചേരാം. സോ അപ്പോൾ നമുക്ക് പ്ലേറ്റ്ലെറ്റ്സ് ഒന്ന് ജസ്റ്റ് വരയ്ക്കാം. ഈ പ്ലേറ്റ്ലെറ്റ്സിന്റെ പുറത്ത് പലവിധ ഗ്ലൈക്കോപ്രോട്ടീൻസ് ഉണ്ട്. അതിൽ ഒരെണ്ണമാണ് ഗ്ലൈക്കോപ്രോട്ടീൻ GP എന്നാണ് നമ്മൾ എഴുതുക. ഗ്ലൈക്കോപ്രോട്ടീൻ 1A2A ഇങ്ങനെയാണ് എഴുതുക. 1A2A എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ട്. ഇത് കൊളാജിനിൽ വന്ന് ഒട്ടിച്ചേരാൻ, ഇതിന് കൊളാജിനിൽ വന്ന് ഒട്ടിച്ചേരാനായിട്ടുള്ള കഴിവ്. സോ 1A2A കൊളാജിനിൽ വന്ന് ഒട്ടിച്ചേരുന്നു. മറ്റൊരു പ്രോട്ടീൻ, വേറൊരു പ്രോട്ടീൻ കൂടി ഇങ്ങനെ വരയ്ക്കാം. അതിന്റെ പേര് ഗ്ലൈക്കോപ്രോട്ടീൻ തന്നെയാണ്, 1C2A തന്നെയാണ്. 1C ആണ്, 1A അല്ല, 1C ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊട്ടിച്ചേരാൻ കഴിവുള്ളത് ഫൈബ്രോനെക്റ്റിൻ ആൻഡ് ലാമിനിൻ. സോ ഇങ്ങനെയുള്ള പ്രോട്ടീനിലും ഇതിന് വന്ന് ഒട്ടിച്ചേരാം. സോ ഇങ്ങനെ വന്ന് ഒട്ടിച്ചേരുന്നത് അതിനെയാണ് നമ്മൾ വിളിക്കുക ഫസ്റ്റ് സ്റ്റെപ്പ് പ്ലേറ്റ്ലെറ്റ് അഡ്ഹെഷൻ. എന്ന് പറയും. ദെൻ മൂന്നാമത് എൻഡോത്തീലിയൽ സെൽസിന്റെ അവിടെ വന്ന് ഒട്ടിച്ചേരുന്നുണ്ട്, വോൺ വില്ലെബ്രാൻഡ് ഫാക്ടറിൽ വന്ന് ഒട്ടിച്ചേരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത കൂടി പറയാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് പ്ലേറ്റ്ലെറ്റ് അഡ്ഹെഷൻ ആണ്. ഇനി മുറിപറ്റ എൻഡോത്തീലിയൽ സെൽസിൽ നിന്ന് ഞാനിപ്പോൾ പറഞ്ഞു വോൺ വില്ലെബ്രാൻഡ് ഫാക്ടർ, സ്പെല്ലിംഗ് എഴുതാം, വോൺ ഇങ്ങനെയാണ്, വില്ലെബ്രാൻഡ് W ക്യാപിറ്റലാണ്, വില്ലെബ്രാൻഡ് ഫാക്ടർ. ഈ ഫാക്ടർ ഇത് റിലീസ് ചെയ്യുന്നുണ്ട്, ഈ എൻഡോത്തീലിയൽ സെൽസ് റിലീസ് ചെയ്യുന്നുണ്ട്. ഇത് പ്ലേറ്റ്ലെറ്റ്സിന്റെ സർഫസിലെ മറ്റൊരു പ്രോട്ടീൻ, മൂന്നാമത്തെ ഒരു പ്രോട്ടീൻ ആണ്. അതും അപ്പോൾ ഗ്ലൈക്കോപ്രോട്ടീൻ തന്നെയാണ്. ഗ്ലൈക്കോപ്രോട്ടീൻ 1B ആണ്, 1A1Aയിൽ ഇവിടെ വില്ലെബ്രാൻഡ് ഫാക്ടർ വന്ന് ഒട്ടിച്ചേരുന്നു. ഇവിടെ ഫൈബ്രോനെക്റ്റിനും ലാമിനിലാണ് ഒട്ടിച്ചേരുക, ഇവിടെ കൊളാജിനിലാണ് ഒട്ടിച്ചേരുക. സോ ഇങ്ങനെ എല്ലാം ഒട്ടിച്ചേരുമ്പോഴത്തേക്കും ഇത് ഒട്ടിച്ചേരുന്നു. സോ ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പ്ലേറ്റ്ലെറ്റ് അഡ്ഹെഷൻ എന്ന് പറയും. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ ഈസ് പ്ലേറ്റ്ലെറ്റ് അഡ്ഹെഷൻ. ഇവിടെയും ഇത്രയും ഡീറ്റെയിൽ ആവശ്യമില്ലാത്ത ആൾക്കാർക്ക് ദ ഫസ്റ്റ് ദ പ്ലേറ്റ്ലെറ്റ് വിൽ കം ആൻഡ് അഡ്ഹെർ ടു എവിടേക്കാണ്, കൊളാജിനിൽ വന്ന് ഒട്ടിച്ചേരുന്നുണ്ട്, എൻഡോത്തീലിയൽ സെൽസിൽ വന്ന് ഒട്ടിച്ചേരുന്നുണ്ടെന്ന് എഴുതിയാൽ മതി. ഇനി ഈ വോൺ വില്ലെബ്രാൻഡ് ഫാക്ടർ ഒട്ടിച്ചേരുമ്പോൾ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോവുക. ഓക്കെ, പ്രധാനമായിട്ടും ഇതാണ്. ഇനി പ്ലേറ്റ്ലെറ്റ്സിന്റെ ഉള്ളിൽ ഇപ്പൊ നമുക്ക് ഇത് പ്ലേറ്റ്ലെറ്റ്സ് വരയ്ക്കുകയാണെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സിന് ന്യൂക്ലിയസ് ഇല്ലാന്ന് നമുക്കറിയാം, സെൽ മെംബ്രെയിൻ ഉണ്ട്. ഈ സെൽ മെംബ്രെയിൻ ഒക്കെ പൊട്ടുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് കുറച്ച് ഗ്രാന്യൂൾസ് ഉണ്ട്. ഒരു ഗ്രാന്യൂൾസിന്റെ പേര് ഡെൻസ് ഗ്രാന്യൂൾസ് എന്നാണ്. ഈ ഡെൻസ് ഗ്രാന്യൂൾസിനകത്ത് കുറച്ച് കെമിക്കൽസ് ഉണ്ട്. 3 കെമിക്കൽസ് ഞാൻ പറയാം. ഒന്ന് ADP, അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉണ്ട്. രണ്ടാമത്തത് 5-ഹൈഡ്രോക്സിട്രിപ്റ്റമിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ട്, നേരത്തെ കണ്ടതാണ് ഇത് രണ്ടും. ദെൻ കാൽഷ്യം ഉണ്ട്. സോ ഈ 3 സംഭവങ്ങളും ഇത് പൊട്ടുമ്പോഴത്തേക്കും പുറത്തേക്ക് റിലീസ് ചെയ്യും. ഇനി ഇതല്ലാത്ത ഗ്രാന്യൂൾസ് ഉണ്ട്. ഓക്കെ, രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഗ്രാന്യൂൾ. അതിൽ നിന്ന് വിടുന്നത് ഒന്ന് വീണ്ടും വോൺ വില്ലെബ്രാൻഡ് ഫാക്ടർ അവിടെ നിന്നും റിലീസ് ചെയ്യും. ഇനി ഇതല്ലാതെ ഈ സെൽ മെംബ്രെയിൻ ഈസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇത് പൊട്ടിച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് കെമിക്കൽസ് ഉണ്ടാക്കി വിടും. സെൽ മെംബ്രെയിൻ എന്ന് വെച്ചാൽ ഫോസ്ഫോലിപ്പിഡ് ലെയർ ആണ്, നമുക്കറിയാം. ഈ ഫോസ്ഫോലിപ്പിഡ് ലെയർ പൊട്ടിച്ചിട്ടുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ത്രോംബോക്സൈൻ A2 എന്ന് പറയുന്നത്. ഇതിനൊരു എൻസൈം വേണം, കോക്സ് എന്ന് പറയുന്ന എൻസൈമാണ്. സോ ത്രോംബോക്സൈൻ A2 പുറത്ത്
പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ ADP പുറത്തു വന്നു, 5HT പുറത്തു വന്നു, കാൽഷ്യം പുറത്തു വന്നു, വോൺ വില്ലിബ്രാൻഡ് ഫാക്ടർ പുറത്തു വന്നു, TXA2 പുറത്തു വന്നിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പുറത്തു വരികയാണ്. വോൺ വില്ലിബ്രാൻഡ് ഫാക്ടർ വന്നിട്ട് ഇതിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ വന്ന് അവിടെ പൊട്ടുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് എന്താകണം, ഇത് വീണ്ടും പുതിയ പ്ലേറ്റ്ലെറ്റ്സിൽ പിടിക്കും, അവിടെ നിന്ന് അത് പുറത്തു വരും. ഇതും എല്ലാം ദിസ് ആർ ഓൾസോ ഫോർ അതർ പ്ലേറ്റ്ലെറ്റ്സ്. ഇതെല്ലാം മറ്റ് പ്ലേറ്റ്ലെറ്റ്സുകളെ ഒട്ടിച്ചേർക്കാനായിട്ടുള്ള സംഭവമാണ്. സോ രണ്ടാമത്തെ സ്റ്റെപ്പ് ഈസ് പ്ലേറ്റ്ലെറ്റ് ആക്ടിവേഷൻ ആണ്. പ്ലേറ്റ്ലെറ്റ് ആക്ടിവേഷൻ. സോ പ്ലേറ്റ്ലെറ്റിൽ നിന്ന് റിലീസ് ചെയ്ത പല തരികൾ, ഗ്രാനുലാർ മെറ്റീരിയൽസ് ഓർ കെമിക്കൽസ് വിൽ ആക്ടിവേറ്റ് ദ പ്ലേറ്റ്ലെറ്റ്സ്. സോ ഈ പ്ലേറ്റ്ലെറ്റ് വന്ന 5HT ത്രോംബോക്സിനേറ്റു ആണ് വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുന്നത്. നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞു. ഓക്കെ, ഇനി പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത് ADPയുടെ ഫംഗ്ഷനെ കുറിച്ചിട്ടാണ്. ആൻഡ് ഓൾസോ ത്രോംബോക്സിൻ A2 ക്യാൻ ഓൾസോ ഡു. അപ്പോൾ ഇത് റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കൂടുതൽ പ്ലേറ്റ്ലെറ്റ്സുകൾ എത്തി. പ്ലേറ്റ്ലെറ്റ്സുകൾ, സോ ഇതൊരു പ്ലേറ്റ്ലെറ്റ് ആണെന്ന് വിചാരിക്കുക, അവിടെ വേറെ പ്ലേറ്റ്ലെറ്റ് ഉണ്ടെന്നായിരിക്കും, അവിടെ വേറെ പ്ലേറ്റ്ലെറ്റ്, ഇവിടെ വേറെ പ്ലേറ്റ്ലെറ്റ്, ഇങ്ങനെ പ്ലേറ്റ്ലെറ്റുകൾ ഇവിടെ എത്തിയിരിക്കുകയാണ് എന്ന് കരുതുക. ഇവിടെ വേറെ പ്ലേറ്റ്ലെറ്റ് ഉണ്ട്, ഇവിടെ ഉണ്ട് പ്ലേറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ പൊട്ടിയ പ്ലേറ്റ്ലെറ്റിൽ നിന്ന് ADP റിലീസ് ചെയ്യാമെന്ന് വിചാരിക്കുക. സോ ADP ഇവിടെ പോയിട്ട് ഈ പ്ലേറ്റ്ലെറ്റ് ആക്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. ഈ പ്ലേറ്റ്ലെറ്റ് ത്രോംബോക്സിൻ A2 രണ്ടും ആക്ടിവേറ്റ് ചെയ്തിട്ട് ദിസ് വിൽ ഇൻക്രീസ് എക്സ്പ്രഷൻ ഓഫ് സർട്ടൻ റിസപ്റ്റേഴ്സ്. അതിന്റെ പേര് ഗ്ലൈക്കോപ്രോട്ടീൻ. പുതിയ ഗ്ലൈക്കോപ്രോട്ടീൻ ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 2B3A എന്ന് പറയുന്ന സംഭവത്തും എക്സ്പ്രസ് ചെയ്യും. സോ ബിക്കോസ് ഓഫ് ദിസ് പ്രധാനമായിട്ടും ADP ആൻഡ് ഓൾസോ സം എക്സ്റ്റെൻഡ് ത്രോംബോക്സിൻ ദേ വിൽ എല്ലാ പ്ലേറ്റ്ലെറ്റുകളിലും ഒരു സംഭവം, ഓക്കെ, ദാറ്റ് ഈസ് ഗ്ലൈക്കോപ്രോട്ടീൻ 2B3A എന്ന് പറയുന്ന സാധനത്തെ ധാരാളമായി എക്സ്പ്രസ് ചെയ്യിപ്പിക്കും. സ്വന്തം ശരീരത്തിലും മറ്റ് പ്ലേറ്റ്ലെറ്റുകളുടെ ശരീരത്തിലും എല്ലാം ഇത് കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്യും. സോ എക്സ്പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ബ്ലഡിനകത്ത്, ഇത് ബ്ലഡിനകത്താണ് നടക്കുക. ബ്ലഡിനകത്ത് വി നോ ദാറ്റ് ബ്ലഡ് കണ്ടെയ്ൻസ് ഫൈബ്രിനോജൻ എന്ന് പറയുന്ന ഒരു സംഭവം 4% പ്ലാസ്മ പ്രോട്ടീൻ ആണ്, നമുക്കറിയാം, ലിവറിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. സോ ബ്ലഡിനകത്തുള്ള ഫൈബ്രിനോജൻ, ഇപ്പൊ ഇത് ഫൈബ്രിനോജൻ ആണെങ്കിൽ ഇത് ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് കൂടിച്ചേരും. സോ ഫൈബ്രിനോജൻ ക്യാൻ ബൈൻഡ് ടു ദിസ് ഗ്ലൈക്കോപ്രോട്ടീൻ 2B3A. 2B ആണ്, 2B3A ഒട്ടിച്ചേരാൻ പറ്റും. സോ ഇവിടെയും പിടിക്കാന്ന് വിചാരിക്കുക, ഇവിടെയും പിടിക്കാന്ന് വിചാരിക്കുക, ഇവിടെ ഉണ്ട് സാധനം, ഇവിടെയും പിടിക്കാന്ന് വിചാരിക്കുക, ഇത് ഇവിടെ പിടിക്കാന്ന് വിചാരിക്കുക, ഇത് ഇവിടെ പിടിക്കാന്ന് വിചാരിക്കുക, ഇത് ഇവിടെ പിടിക്കാന്ന് വിചാരിക്കുക. ഓക്കെ, വാട്ട് വിൽ ഹാപ്പൻ? ഇപ്പൊ എന്താ സംഭവിച്ചത്? പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ആണ് ഫോം ചെയ്യുന്നത്. പ്ലേറ്റ്ലെറ്റുകൾ ഇങ്ങനെ ഒരു ചെയിൻ പോലെ, ശൃംഖല പോലെ പ്ലേറ്റ്ലെറ്റ്സുകൾ അഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റും. തേർഡ് പ്രോസസ് ഓർ തേർഡ് സ്റ്റെപ്പ് ഈസ് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ. സോ മൂന്നാമത്തെ പ്രോസസ് ആണ്. സോ ഇവിടെ എന്ത് പറ്റി? ഇവിടെ പ്ലേറ്റ്ലെറ്റുകൾ ഈ മുറിവുള്ളോടത്ത് ഇങ്ങനെ പ്ലേറ്റ്ലെറ്റുകൾ കൂട്ടമായി വന്ന് അഗ്രിഗേറ്റ് ചെയ്തു. സോ ഇവിടെയാണ് മുറിവുണ്ടായിരുന്നത്, അവിടെ പ്ലേറ്റ്ലെറ്റ്സുകൾ ഇങ്ങനെ കൂട്ടമായിട്ട് അഗ്രിഗേറ്റ് ചെയ്തു. അതിന് സഹായിച്ചത് ADP, ദെൻ ത്രോംബോക്സിൻ A2 പോലെയുള്ള സംഭവങ്ങളാണ് സഹായിച്ചത്. ആൻഡ് ദിസ് സ്റ്റെപ്പ്, ഈ സ്റ്റെപ്പിനെയാണ് നമ്മൾ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ. ആൻഡ് ഫൈനലി ദിസ് വിൽ ലീഡ് ടു പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോം. അവിടെ ഒരു പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോം ചെയ്യും. സോ ഇതൊരു ടെമ്പററി പ്ലഗ് ആണ്. സോ ഇത് സംഭവിക്കുന്നു, ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ ഉടനെ ഇത്രയും കാര്യങ്ങൾ ആദ്യം അങ്ങോട്ട് സംഭവിക്കും. സോ ഇത്രയും സംഭവിക്കുമ്പോഴത്തേക്കും താൽക്കാലികമായ രക്തസ്രാവം നിൽക്കും. സോ ഹീമോസ്റ്റാസിസ് 1 ആദ്യത്തെ സ്റ്റെപ്പിൽ താൽക്കാലികമായ രക്തസ്രാവം നിൽക്കുക. ഇനി വേണം രണ്ടാം ഘട്ടം ആരംഭിക്കാൻ. രണ്ടാം ഘട്ടത്തിൽ, അതിനെപ്പറ്റി നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താണെന്ന് ഇവിടെ ഒന്ന് പറഞ്ഞേക്കാം. ഇങ്ങനെ ഉണ്ടായ പ്ലേറ്റ്ലെറ്റിന്റെ പുറത്ത് ഇതിങ്ങനെ എപ്പോഴാണെങ്കിൽ ഇളകി പോകാം അല്ലെ. വി നീഡ് സം ഫൈബേഴ്സ്. ഇങ്ങനെ കുറച്ച് ഫൈബേഴ്സ് ഇങ്ങനെ അതിന്റെ പുറത്ത് വന്ന് ഇങ്ങനെ ഫോം ചെയ്ത് ഇത് ഇളകി പോകാത്ത രീതിയിൽ നന്നായിട്ട് ഉറപ്പിക്കണം. മറ്റ് വീണ്ടും പ്ലേറ്റ്ലെറ്റുകളെ പിടിക്കുകയും അങ്ങനെ ഇതിനെയാണ് നമ്മൾ ക്ലോട്ട് ഫോർമേഷൻ എന്ന് പറയാം. സോ ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോഴും അതിന്റെ സ്റ്റെപ്പുകൾ കൂടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. ഇത് മാത്രമൊന്നുമല്ല നടക്കുന്ന, മറ്റേ ഈ ക്ലോട്ട് ഫോർമേഷന്റെ സ്റ്റെപ്പുകൾ ഇതേ സമയം പാരലായിട്ട് നടക്കുന്നുണ്ട്. സോ അൾട്ടിമേറ്റ്ലി ഫൈബ്രിൻ ഇവിടെ നിന്ന് കൂടുന്നു, അത് ഫൈബ്രിൻ ത്രെഡ് ആകുന്നു, ഇൻസോലുബിൾ ഫൈബ്രിൻ ത്രെഡ് ആകും, അത് സ്റ്റെബിലൈസ് ചെയ്യുന്നു. അങ്ങനെ ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ ഇൻസോലുബിൾ ക്ലോട്ട് ആവുന്നത്. സോ അടുത്ത വീഡിയോയിൽ, ഇൻ ദ സെക്കൻഡ് വീഡിയോ, വി വിൽ ടോക്ക് അബൌട്ട് ദിസ് ക്ലോട്ട് ഫോർമേഷൻ. അത് സ്ഥിരം ചോദ്യമാണ്, അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയാം എന്ന് പറഞ്ഞു. ഓക്കെ, സോ ഇവിടെ ക്ലോട്ട് ഫോം ചെയ്യാനായിട്ട് ഒരുപാട് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് വേണം. ഈ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എല്ലാം തന്നെ ഇൻആക്ടിവേറ്റഡ് സ്റ്റേജിലാണ്, ഒന്നും ആക്റ്റീവ് അല്ല. അതിനെ ആക്റ്റീവാക്കി ഇങ്ങനെ വേണം അവസാനം നമുക്ക് ഫൈബ്രിൻ ഉണ്ടാക്കാനായി. സോ ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. സോ ഇവിടെ നമ്മൾ കണ്ടത് ഇനീഷ്യൽ വാസോ കൺസ്ട്രക്ഷൻ കണ്ടു, പ്ലേറ്റ്ലെറ്റ് അഡ്ഹഷൻ, ദെൻ പ്ലേറ്റ്ലെറ്റ് ആക്ടിവേഷൻ ആൻഡ് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ. ഓൾ ദീസ് ലീഡ്സ് ടു പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ. സോ നിങ്ങൾക്ക് ചുരുക്കി എഴുതാവുന്ന രീതിയിൽ പരമാവധി ചുരുക്കി എഴുതുക. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.